2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വീതം വയ്ക്കുമ്പോൾ UDFിനകത്ത് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്ത് കേരള കോൺഗ്രസ് ചേക്കേറിയപ്പോൾ വലതുപക്ഷത്ത് തന്നെ അടിയുറച്ചു നിൽക്കുകയും UDFിന് എല്ലാ രീതിയിലുള്ള ആധിപത്യം നേടിയെടുക്കാൻ പരമാവധി ശ്രമിക്കുകയും എന്നാൽ അതിൽ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തത് ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടിയായിരുന്നു. UDFിന് രണ്ടാം തവണയും അധികാരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ജോസഫ് ഗ്രൂപ്പ് അതിശക്തമായി തന്നെ അവരോടൊപ്പം നിലയുറപ്പിച്ചു. ഫ്രാൻസിസ് ജോർജ് കൂടി വീണ്ടും ജോസഫ് ഗ്രൂപ്പിലേക്ക് തിരികെ വന്നതോടുകൂടി വീണ്ടും ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നിന്നും വളരെ വ്യക്തമായി കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. PJ ജോസഫ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കുറഞ്ഞത് 20 സീറ്റെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് ഇപ്പോൾ. 140 അസംബ്ലി സീറ്റിൽ കോൺഗ്രസ് 90-ലധികം സീറ്റുകളിലായാണ് മത്സരിച്ചു വരുന്നത്. എന്നാൽ 20 MLA-മാരെ പോലും നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നുമില്ല. ഈ ഒരു സാഹചര്യം മുതലാക്കാൻ തന്നെയാണ് പരമാവധി ശ്രമിക്കുന്നത്. ലീഗ് ആകട്ടെ അവർ മത്സരിക്കുന്ന സീറ്റിൽ 75% വിജയിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള UDFിലെ പാർട്ടി എന്ന് ചോദിച്ചാൽ അതും മുസ്ലിം ലീഗ് തന്നെയാണ്. എന്നാൽ മുസ്ലിം ലീഗിനെ പോലെ തന്നെ തങ്ങൾക്കും വലിയ ആധിപത്യമുണ്ട് എന്നും ബോധ്യപ്പെടുത്തേണ്ടത് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് മോൻസ് ജോസഫ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. PJ ജോസഫിന് ഇനിയും മത്സരിക്കാൻ കഴിയും. തൊടുപുഴയിലും കോട്ടയത്തും എല്ലാം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വലിയ ആധിപത്യമുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള പ്രകടനത്തിലൂടെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ജോസഫ് ഗ്രൂപ്പ് ഒരുങ്ങിയിരിക്കുന്നത്. മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും തിരികെ പിടിക്കാനുള്ള ശ്രമം, പാലാ നഗരസഭയിൽ തിരികെ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള മുന്നൊരുക്കമായി തന്നെ PJ ജോസഫ് കളി മുറുക്കുകയാണ്. അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാകും എന്നത് മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിനെ പുകച്ച് പുറത്തിയടിക്കാനും എന്നേക്കുമായി ആ പാർട്ടിയെ തകർത്തെറിയാനും വേണ്ടിയുള്ള ജോസഫിൻ്റെ കുരുട്ട് ബുദ്ധിയാണിത് എന്ന് കേരള കോൺഗ്രസ് എം വിലയിരുത്തുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം UDFിലേക്ക് തിരികെ പോകണം എന്ന ആഗ്രഹം അവർ പലരായി പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ തോറ്റ തോമസ് ചാഴിക്കാടൻ അദ്ദേഹം കൃത്യമായി പറഞ്ഞത്, ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് ഓർമ്മകളിൽ മാത്രം അയവിറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് തന്നെ ഉചിതമായ ഒരു തീരുമാനമെടുക്കേണ്ടത് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും സംയുക്തമായി ചേർന്ന് തന്നെയാണ്. അണികൾ എന്ത് കേട്ടാലും വിശ്വസിച്ച് കൂടെ നിൽക്കില്ല. KM മാണി ഉണ്ടായിരുന്നപ്പോൾ വളരെ മികച്ച രീതിയിൽ പക്വതയാർന്ന നിലപാടുകളാണ് എടുത്തത്. എന്നാൽ ജോസ് കെ മാണി വന്നതോടുകൂടി ബാലിശമായ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്നു. ഇതാണ് പാർട്ടിയുടെ അന്തസ്സത്ത തകരാൻ കാരണമെന്ന് തോമസ് ചാഴിക്കാടനും വ്യക്തമാക്കി.